ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊടുക്കുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇതാണ് ബുഗാട്ടി റെസിഡൻസ് ബൈ ബിങ്കാട്ടി. എനിക്ക് ഒരുപാട് വൈറലും എന്നെ എയറിലും ആക്കിയ മറ്റേ 1600 കോടി ഉണ്ടല്ലോ, ആ ഒരു പ്രോജക്റ്റാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ദുബായിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആ ഒരു രീതിയിലുള്ള പ്രോജക്ട്സേ ദുബായിലുള്ളൂ. എന്നാൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ സെഗ്മെൻറ്റിൽ വരുന്ന പ്രോജക്ട്സ് ഉണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ദുബായിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, എന്നാൽ വലിയ ബഡ്ജറ്റിലേക്ക് പോകാൻ പാടില്ല, റെപ്യൂട്ടഡ് ആയ ഒരു ഡെവലപ്പർ വേണം. അങ്ങനെ നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല 2 പ്രോജക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യത്തത് ദിയാറിൻ്റെ പാർക്ക് 5. ഇവിടെ നിങ്ങൾക്ക് ഒരു 600,000 മുതൽ ഒരു സ്റ്റുഡിയോ, അല്ലെങ്കിൽ 900-950 മുതൽ ഒരു 1 ബെഡ്റൂം ഒക്കെ കിട്ടും. 45-55 ആണ് പേയ്മെൻറ്റ് പ്ലാൻ. 45% ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്, 55 ഓൺ ഹാൻഡ് ഓവറിലാണ്. നിങ്ങളൊരു എൻഡ് യൂസർ ആണെങ്കിൽ ബാക്കി നമുക്ക് മോർഗേജ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോജക്റ്റിൻ്റെ പേര് പോലെ തന്നെ സറൗണ്ടിങ്സ് മൊത്തം പാർക്കാണ്. ഇതൊരു സെൻട്രൽ പാർക്കാണ്, ഇവിടെ മോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും പാർക്ക് വരുന്നുണ്ട്, ബാക്ക് സൈഡിൽ ലേക്കും ഉണ്ട്. രണ്ടാമത്തെ പ്രോജക്റ്റ് ഇതാണ് ദിയാറിൻ്റെ എലീവ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. ഇത് വരുന്നത് നല്ലൊരു ലൊക്കേഷനിലാണ്, ബാങ്ക് ഓൺ ഷെയ്ഖ് സായദ് റോഡ്, മെട്രോ യു എക്സ്ചേഞ്ച് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ. ഇതിൽ അൺഫോർച്ചുനേറ്റ്ലി 1 ബെഡ് ഒക്കെ സോൾഡ് ഔട്ട് ആണ്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 2 ബെഡ് ആണ്. 2 ബെഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് 1.4 ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി പറയാം, ഈ ഒരു 1.4 മില്യന് എവിടെ നിങ്ങൾക്ക് 2 ബെഡ് കിട്ടില്ല. കാരണം ഇപ്പം ലോഞ്ച് ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റും 2 ബെഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1.8 മില്യൺ മുതലാണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ നിങ്ങൾക്ക് നല്ല ലേ ഔട്ടും കിട്ടും. അഥവാ ക്ലോസ്ഡ് കിച്ചൺ ലേ ഔട്ട് ഉണ്ട്, സെമി ക്ലോസ്ഡ് ടൈപ്പ് കിച്ചൺ ലേ ഔട്ട് ഉണ്ട്. അപ്പോൾ രണ്ടും നല്ല മൂവിങ് ആയിട്ടുള്ള ലേ ഔട്ടാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ 2 പ്രോജക്റ്റിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോ. കാരണം ഈ പറഞ്ഞ 2 പ്രോജക്റ്റ് വെറും 10% മാത്രമേ ഡൗൺ പേയ്മെൻ്റ് ഉള്ളൂ. അതുമാത്രമല്ല ഒരു റെപ്യൂട്ടഡ് ആയ സെമി ഗവൺമെൻറ് ഡെവലപ്പർ പ്രോജക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ദുബായിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഫോർഡബിൾ ബഡ്ജറ്റിൽ നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ 2 പ്രോജക്റ്റും നിങ്ങൾക്ക് നല്ലൊരു ചോയ്സാണ്.